ബ്രിഗേഡിയർ ശ്രീ മോഹൻപിള്ളയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നൊരു ഹിന്ദി ചാനലിൽ ചർച്ചയിൽ മേജർ ജനറൽ GD ബക്ഷി പറയുന്നു കേൾക്കാം. याद होगा वर्ल्ड वॉर 2 में जब उनको न्यूक्लियर बॉम्ब्स जापान पे डालने थे, उन्होंने टोक्यो में नहीं डाले. भाई किसी से तो बातचीत करनी है. नागासाकी और हिरोशिमा में डाले थे. यहां बेवकूफों को मिला, हाँ सारी उनकी लीडरशिप खोमैनी के घर में है, वहां पे ऑफिस में आई हुई है, सबको मार डालो. उनके ऑर्डर बड़े क्लियर थे. अगर सारी टॉप लीडरशिप मारी जाती है, जो जहां है, जो आपको लास्ट आदेश दिए हुए थे, ठोके जाओ. अब ये नहीं रुकेंगे साहब. IRGC एक एक करके जो टारगेट जिसको दिख रही है ठोकेगा. ठीक है साहब. और स्ट्रेट्स ऑफ हॉर्मुज वैसे ईरान ने बंद नहीं करनी थी, क्योंकि ज्यादातर तेल वहां से जाता था. लेकिन अब स्ट्रेट ऑफ हॉर्मुज में IRGC के पगलाए हुए कमांडर, वो लोग 3 टैंकर जला दिए हैं. एब्राहम लिंकन डर के भागा है. ठीक है साहब. ये पागलपना आपने अनलीश किया है दुनिया के ऊपर. बेवकूफ चटक चार्ली. मैं उसका हिंदी शब्द नहीं इस्तेमाल करना चाहता. മോഹൻപിള്ള ഇവിടെ ഈ ജനറൽ GD ബക്ഷി എപ്പോഴും കേന്ദ്ര സർക്കാർ നിലപാടിനോടും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു പ്രോ BJP നിലപാടിനൊപ്പം നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അർണബ് ഗോസ്വാമിയുടെ ചർച്ചകൾ സ്ഥിരം ഉണ്ടായിരുന്ന ആളാണ്, ഇപ്പോഴും ഉള്ള ആളുമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു ധാർമ്മിക നിലപാടിൽ ക്ലാരിറ്റി കുറവുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാലും ജനറൽ GD ബക്ഷിക്ക് അതില്ല. അദ്ദേഹം പറഞ്ഞ് ശുദ്ധമായ ഭ്രാന്താണെന്നാണ്. IRGC അമേരിക്ക എന്നാൽ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ലെന്നാണ്. വർഷങ്ങൾ നീണ്ടു നിൽക്കാനിടയുള്ള ലക്ഷക്കണക്കിന് ഇറാൻ ഇസ്രായേൽ മനുഷ്യരുടെ ചോരക്കുരുതിക്ക് കാരണമായേക്കാവുന്ന ഒരു നീണ്ട യുദ്ധത്തിന്റെ തുടക്ക ദിവസങ്ങളിലാണോ ദൗർഭാഗ്യവശാൽ നമ്മൾ, ശ്രീ മോഹനപിള്ള? തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത ഏതാണ്ട് അതേ ഒരു സ്ട്രാറ്റജി ജനറൽ ബക്ഷിയുടെ വായിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു എന്നുള്ളത് കറക്റ്റാണ്. ഓഫ് കോഴ്സ് ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഇപ്പോൾ എടുക്കേണ്ടി വന്നു. അത് എടുത്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ ജനറൽ ബക്ഷി എത്രയോ സ്പഷ്ടമായിട്ട് അത് വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം കമാൻഡർ നഷ്ടപ്പെട്ട GRCC ഇറാഖിലെ ഇൻഫൻട്രി സോൾജിയേഴ്സ് അവരെ ഇടവും വലവും നോക്കാതെ കിട്ടുന്ന ടാർഗറ്റിനെ എല്ലാം അടിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും നോക്കാനില്ല. അവർക്ക് കമാൻഡർ നഷ്ടപ്പെട്ടു, പക്ഷേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ കയ്യിലുള്ള വെപ്പൺ എടുത്ത് മാക്സിമം ലെഫ്റ്റ് റൈറ്റ് ടാർഗറ്റ്, അതായത് ഇറാന്റെ എനിമി ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ എനിമി ടാർഗറ്റ് ഇസ്രായേൽ അല്ലെങ്കിൽ US കൺട്രോൾഡ് അവരെവിടെ നങ്കൂരമടിച്ചിട്ടുണ്ടോ, അവരുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് എന്തുണ്ടോ അവിടെ എല്ലാം അവര് അന്ധാധൂൻ ടാർഗറ്റ് ഇത് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഹാഷ്മി നോക്കേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇറാന്റെ കയ്യിലുള്ളത് ഷോർട്ട് റേഞ്ച് മിസൈൽസും ലോങ് റേഞ്ച് ICBM ഫത്തേ മിസൈൽസുമാണ്. ഇവരെ നേരിടാനായിട്ട് ഒരു ബേസിക് ആയിട്ട് ഒരു യുദ്ധതന്ത്രമുണ്ട്. നമുക്ക് പീരങ്കി അടിക്കുമ്പോൾ പീരങ്കിക്ക് തിരിച്ചടിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ഒരു ന്യൂക്ലിയർ ഡ്രോൺ അറ്റാക്ക് ആണെങ്കിൽ തിരിച്ച് ഡ്രോൺ അറ്റാക്ക്. ദിസ് ഈസ് വാട്ട് ജനറലി പ്രിൻസിപ്പിൾ ഓഫ് വാർ എന്നുള്ള രീതിയിൽ യുദ്ധത്തിന്റെ നീതി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നേരെ മറിച്ച് ഇറാൻ അറ്റാക്ക് ചെയ്യുന്ന മിസൈൽ, എവരിബഡി നോസ് ദാറ്റ് ദേ ഗോട്ട് ഓൺലി മിസൈൽ ലോഞ്ചസ് ഓൺലി. മിസൈൽ കൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അവരുടെ ബാക്കിയുള്ള ഏരിയ എല്ലാം ഓൾമോസ്റ്റ് വീക്കാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ നേരെ മറിച്ച് അമേരിക്കയുടെ ഈ റീസെന്റ് ആയിട്ടുള്ള കാര്യം കണ്ടോ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെപ്പണറി, ദ മോസ്റ്റ് പവർഫുൾ എക്യുപ്മെന്റ് അവർ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിന്? ഈ മിസൈലിനെ നേരിടാൻ. അവരുടെ ആ ഒരു പാപ്പരത്വം ഒന്ന് കാണണം. കാര്യം ആകപ്പാടെ എങ്ങനെയും ഈ ഇറാനെ അടിച്ചു ഒതുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ് ഇത് വന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബോംബേഴ്സ് വന്നിരിക്കുന്നത് കണ്ടില്ലേ? അതുപോലെ B2, F-15 അല്ലെങ്കിൽ 32, 22 ഇതിന്റെ ഒന്നും യാതൊരുവിധ ആവശ്യവുമില്ലാതെ നേരെ മറിച്ച് മാക്സിമം ഫയർ പവർ, നമ്മൾ ആ രീതിയിലാണ് ഇത് തുലനം ചെയ്യേണ്ടത്. എന്നിട്ടും ജനറൽ ബക്ഷി പറഞ്ഞതുപോലെ ഇറാന്റെ സോൾജിയേഴ്സ് എത്രയും എഫക്റ്റീവായിട്ട്, അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്, അതായത് ബ്യൂട്ടി എന്ന് ഞാൻ പറഞ്ഞത് ഒരു ബാറ്റിൽ ഫീൽഡിൽ കമാൻഡർ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ സുപ്രീം കമാൻഡർ നഷ്ടപ്പെട്ടു എന്നിരുന്നാലും ദ നോർമൽ വേ ഓഫ് ട്രാൻസിഷൻ ആണ് നടന്നത്. ദ നോർമൽ വേ ഓഫ് ട്രാൻസിഷൻ, അടുത്തയാൾ ടേക്ക് ഓവർ ചെയ്യുന്നു, അവിടെ ആ യുദ്ധത്തിന്റെ ഗതിയിൽ യാതൊരു മാറ്റവുമില്ലാതെ അതും കംപ്ലീറ്റ് നാഷണലിസം, അതായത് ആ ഒരു ഇറാൻ ജനത ഒന്നാണെന്നുള്ള രീതിയിൽ അവിടെ ഒരു സ്പ്ലിറ്റും ഈ യുദ്ധത്തിന്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടിട്ടില്ല. ആ ഒരു രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ, വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ്
മറ്റുള്ള രാജ്യങ്ങൾ എല്ലാം അല്പം അമ്പരക്കുന്നത്. ഞാൻ ഒരിക്കലും പറയില്ല ഇറാൻ ഫൈനൽ എയർ സുപ്പീരിയോറിറ്റി ഉണ്ട്, ബട്ട് സൂയിസൈഡൽ അറ്റംപ്റ്റ് ആയിരിക്കും ആരുടെ US-ന്റെയും ഇസ്രയേലിന്റെയും കരയുദ്ധം തുടങ്ങിയാൽ. അതായത് മിസൈൽ ഹൗസസ് ആണ് അവിടുത്തെ ടോപ്പോഗ്രഫി അറിയാമല്ലോ, അതായത് മൗണ്ടൻസ്, അതുപോലെ ഹൈഡ് ഔട്ട്സ്, അതുപോലെ കേവുകള് 3000 സ്ക്വയർ കിലോമീറ്ററോളം വിന്യസിച്ചിരിക്കുന്ന സീഷോറാണുള്ളത്. അപ്പൊ അവിടെ എത്രയോ ടാങ്കുകൾ സുപ്പീരിയോറിറ്റി ഉണ്ട്. നേരെ മറിച്ച് US-ഉം ഇസ്രയേലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിയർ ബൈ US ബേസിൽ മാൻ പവർ ഇറക്കി, ഇൻഫൻട്രി ഇറക്കി, അവിടെ നിന്ന് മൗണ്ട് ചെയ്ത് അഡ്വാൻസ് ചെയ്യിപ്പിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ പാരാട്രൂപ്പിംഗ് എയർ ഡ്രോപ്പിംഗ് ചെയ്ത് അഡ്വാൻസ് ചെയ്യിപ്പിക്കുക. ദീസ് ഓൾ ആർ ദി ഫൂളിഷ് അറ്റംപ്റ്റ്. അത് ഒരിക്കലും നടക്കില്ല. ബട്ട് അവർ ആര് ഇൻഫൻട്രി ഗ്രൗണ്ടിൽ ഇറങ്ങി ഗ്രൗണ്ട് ഒക്കുപ്പൈ ചെയ്യാതിരിക്കുവോ അന്ന് വരേക്കും ആർക്കും ഒരു ആത്യന്തികമായിട്ടൊരു വിജയമോ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഒരു ഹോൾഡോ ഉണ്ടാവില്ല. നേരെ മറിച്ച് US ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ കരയുദ്ധം എന്ന് പറയും എന്നിരുന്നാലും അവിടെ വന്ന് ഹാവോ ക്രിയേറ്റ് ചെയ്ത് കുറെ കാഷ്വാലിറ്റി ലെഫ്റ്റ് റൈറ്റ് ഉണ്ടാവും, പക്ഷേ കാഷ്വാലിറ്റി US-ന് കൂടുതലുണ്ടാവും. അപ്പോൾ അവിടെ ഈ US എന്താണോ, ട്രംപ് എന്താണോ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇറാനിൽ ജനരോഷം ഉണ്ടായിട്ട് അവിടെ ഒരു ഗ്രൂപ്പിംഗ് ഉണ്ടാവും, അതിലധികമായിട്ട് ഗ്രൂപ്പിംഗ് ഉണ്ടാകാൻ പോകുന്ന US-ലായിരിക്കും കരയുദ്ധം തുടങ്ങിയാൽ. അതിനെ പിടിച്ചു നിർത്താൻ പിന്നെ ട്രംപിനാവില്ല. ആ ഒരു ഇൻ ബിറ്റ്വീൻ ഡെവിൾ ആൻഡ് ഡീപ് സീ എന്നുള്ള രീതിയിലാണ് ട്രംപ് എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടില്ലേ വാട്ട് ബ്രിട്ടൻ സെഡ്. യൂണിലാറ്ററൽ ആയിട്ട് ട്രംപ് അങ്ങ് പറയാണ് ബ്രിട്ടൻ ഞങ്ങളുടെ കൂടെ ഓൺ ബിഹാഫ് ഓഫ് ഹിം. എല്ലാ രാജ്യത്തിനും പകരമായിട്ട് ട്രംപ് തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, ബ്രിട്ടൻ ഈസ് വിത്ത് അസ്. അത് കഴിഞ്ഞിട്ട് എന്താണ് പറ്റിയത്? അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിനു മുമ്പും ഇന്ത്യയുടെ കാര്യത്തിലും കണ്ടതാണ്. യൂണിലാറ്ററൽ ആയിട്ട് അങ്ങ് തീരുമാനമെടുക്കുന്ന വി ആർ നോട്ട് അവെയർ അബൌട്ട് ഇറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.